നമസ്കാരം, ഞാൻ ഇസാൻ ഷമാസ് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ചെയ്യാനെടുത്തേക്കുന്ന പ്രൊജക്റ്റാണ് ഗെയിം അഡിക്ഷൻ എമംഗ് സ്റ്റുഡൻസ്. ഞാൻ ഈ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഗെയിം അഡിക്ഷൻ കൊണ്ട് മനുഷ്യവംശത്തിന് സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ ആകുലത കൊണ്ടാണ്. വെള്ളപ്പൊക്കം, കോവിഡ്, ഇതിൽ നിന്നൊക്കെ മനുഷ്യർ തിരിച്ചു വരുന്നത് അവരുടെ സ്കില്ല് കാരണമാണ്. എന്നാൽ കൊറോണ കാലം വന്നതിന് ശേഷം 2 വയസ്സുള്ള കുട്ടിയോട്ട് 82 വയസ്സുള്ള അപ്പൂപ്പം വരെ ഗെയിം അഡിക്റ്റ് ആണ്. പക്ഷേ എൻ്റെ സ്റ്റഡി സ്റ്റുഡൻസിനെ മാത്രം ബേസ് ചെയ്തുള്ളതാണ്. പ്രീ സ്കൂൾ ടു +2 സ്റ്റുഡൻസിനെയാണ് ഞാൻ എൻ്റെ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗെയിം അഡിക്ഷൻ ഒരു വാസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിനെ മാത്രം സെലക്ട് ചെയ്തിരിക്കുന്നത്. 4 വയസ്സുള്ള കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൈ പിടിച്ച് കുടിക്കാൻ അറിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഗെയിമിലുള്ള ഓരോ കാര്യങ്ങളും കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിക്ക് തൻ്റെ ചുറ്റുപാടുകളൊന്നും മനസ്സിലാവാണ്ട് വരുന്നു. നിലത്ത് വീഴാണ്ട് നടക്കാനുള്ള സ്കില്ല് വരെ നഷ്ടപ്പെടുന്നു. എന്ന് മാത്രമല്ല, വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മേൻ്റെ എക്സ്പ്രഷൻസും ഫീലിങ്സും മനസ്സിലാക്കാൻ പറ്റാണ്ടാവുന്നു. ആൻഡ് ഫൈനലി വെള്ളവും ഭക്ഷണവും വരെ കുഞ്ഞിന് വേണ്ടാതാവുന്നു. ഇങ്ങനെ ഓരോ കുഞ്ഞിൻ്റെ ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ഗെയിം അഡിക്ഷൻ കവർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തടയാൻ ചെല്ലുന്ന അച്ഛനെയും അമ്മേനെയും കുട്ടികൾ വെറുപ്പോടെ കാണുന്നു. ഇങ്ങനെ ഒരു അൺഹെൽത്തി ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു അൺഹെൽത്തി സൊസൈറ്റി ഉണ്ടാവുന്നു. പാരൻസിന്റെ ഇടയിൽ ഡിപ്രഷനും ഡിവോഴ്സിനും ഇത് കാരണമാവാം. മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ റിസോഴ്സ്. നല്ല മനുഷ്യരുണ്ടായാലാണ് ഒരു നല്ല സൊസൈറ്റി ഉണ്ടാവൂ. മെന്റലി ആൻഡ് ഫിസിക്കലി വീക്കായ ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ട് നമുക്ക് ഈ ഭൂമി നിറയ്ക്കാണ്ടിരിക്കാം. The aim of my project is to create awareness about game addiction. The objective of my project are the following: to study the cause and effect of game addiction, to study the degree of game addiction according to gender, to study the level of addiction according to rural as well as urban areas, to study the age group of students who are more addicted, to propose a suggestion on how to handle gaming disorder. Now let's go to its hypothesis. The effect of game addiction may lead to physical and mental issue. The cause of game addiction may be depression, stress, anxiety, loneliness, etc. Boys may be more addicted to games. Both rural as well as urban area students may be equally addicted. All age group students may be equally addicted. After the completion of the project, I would be able to give a small awareness and a change to the student group. Data കളക്ട് ചെയ്തിരിക്കുന്നത് Chiri Helpline, Child Helpline and other hospitals. Hospitals such as Renai Medicity, Taboan Meditation Center, Vedic Ayurvedic Clinic, Danya Doctors Chamber, etc. Game addiction കൊണ്ടുണ്ടാകുന്ന വിപത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Effect of game addiction on humans. Effect on brain. Research shows that 10 to 20 minutes a day of playing violent game increased anxiety and emotional disturbances. Brain gets addicted to the steady supply of dopamine. Physical effects: frequent headaches, discomfort in the eyes, unable to sleep properly, body weight fluctuates, fatigue, poor personal hygiene, back pain, tense neck. Effects on social life: lacks communication as well as other skills, unable to focus, unable to understand others' feelings, distracted eating, mood swings. ഈ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഇൻ്റർവ്യൂ കാണാം. നമസ്കാരം, എൻ്റെ പേര് ഇസാൻ ഷമാസ്. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പ്രൊജക്റ്റ് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങാം. നമസ്കാരം, ഞാൻ ഡോക്ടർ യു വിവേക്, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റൽ. സ്റ്റുഡൻസിലെ ഗെയിം അഡിക്ഷൻ കൂടാനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പണ്ട് തൊട്ടേ ഉള്ളതാണ് ഈ ഗെയിമിംഗ് അഡിക്ഷൻ. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സ്ഥിതിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നു. അതേപോലെ ഗാഡ്ജറ്റ്സ് തുടങ്ങിയത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വളരെ കൂടി വരുന്നു. അതുപോലെ പലപ്പോഴും പേരൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇതിലുപരിയായിട്ട് ADHD അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, പിരിവിരിപ്പ്, വാശി, ദേഷ്യം, നിർബന്ധ ബുദ്ധിയുള്ള കുട്ടികളിലാണ് ഇങ്ങനെ ഗെയിമിംഗ് അഡിക്ഷൻ കൂടുതലായി നമ്മൾ കാണുന്നത്. ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ അഡിക്റ്റഡ്? ബോയ്സിലാണ് കൂടുതൽ ഗെയിമിംഗ് അഡിക്ഷൻ കാണുന്നത്. പ്രീ സ്കൂൾ ടു +2 വരെയുള്ള സ്റ്റുഡൻസിന്റെ സ്റ്റഡിയാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഏജ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് ആണ് കൂടുതൽ അഡിക്റ്റഡ്? കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് ടീനേജിലാണ്. റൂറൽ ആൻഡ് അർബൻ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ എവിടെയായിരിക്കും കൂടുതൽ അഡിക്ഷൻ? റൂറലും അർബനും നോക്കുമ്പോൾ
സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ബിക്കോസ് ഇപ്പോൾ എല്ലാ വീടുകളിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. ഗെയിംസ് ആർ ഡിസൈൻ ടു ബി അഡിക്റ്റീവ്. ഇതിനെ തടയാൻ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റിന് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അവർക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട്. അതുകൊണ്ട് ഈ വയലന്റ് ആയിട്ടുള്ള ഗെയിംസ്, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ കാണിക്കുന്ന ഗെയിംസ്, അതേപോലെ പല കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഗെയിംസ്, അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഗവൺമെന്റിന് കുറച്ചൊരു കൺട്രോൾ കൊണ്ടുവന്നാൽ നല്ലതാണ്. അഡിക്റ്റഡ് ആയ കുട്ടികളെ അതിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? അപ്പോൾ ഈ അഡിക്റ്റഡ് ആയ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താ അഡിക്ഷൻ എന്ന് മനസ്സിലാക്കണം. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കൂടുതൽ സമയം ചെലവാക്കുക, ഇതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും അറിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക, എല്ലാ ദിവസവും തീരുമാനിക്കും പറ്റില്ല ചെയ്യരുത് എന്ന്, എന്നാലും അത് പിന്നെയും അത് ആവർത്തിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നെ ഇത് കുറയ്ക്കാൻ പറയുന്ന സമയത്ത് ദേഷ്യം വരിക, സങ്കടം വരിക, ഇത് കിട്ടാതെ വരുമ്പോൾ ഇവൻ അക്രമാസക്തമായ സ്വഭാവങ്ങൾ കാണിക്കും. ഇതാണ് അഡിക്ഷൻ. 2, ഏറ്റവും നല്ലത് അഡിക്റ്റഡ് ആവാതിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സേഫ് സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ലെവലിൽ തന്നെ നമുക്കത് കുറയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാവുമ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് പോലെ ഒരു ക്വാളിഫൈഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ മരുന്നുകളും അതേപോലെ സ്വഭാവ വ്യത്യാസങ്ങളും ചെയ്തിട്ട് നമുക്ക് ഈ ഗെയിമിംഗ് അഡിക്ഷൻ തീർച്ചയായിട്ടും കുറയ്ക്കാം. ഗെയിം അഡിക്ഷൻ കാരണം സൂയിസൈഡ് ചെയ്ത കേസസ് ഒക്കെ നമ്മൾ ന്യൂസിൽ കാണാറുണ്ട്. അപ്പൊ ഇത്രയും സിവിയർ അഡിക്ഷൻ ഉള്ള കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? പല കേസുകളും സൂയിസൈഡ് പോലെ സന്ദർഭങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ ആവാതെ തന്നെ തുടക്കത്തിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അമിതമായ സമയം ചെലവാക്കുക, ദേഷ്യം വരിക, പഠിത്തത്തിനെ ബാധിക്കുക, ഇത് കിട്ടാതെ വരുമ്പോൾ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുക, ആ തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സൂയിസൈഡ് പോലുള്ള സംഭവങ്ങളിൽ ഇവർ വീഴാതെ നോക്കാൻ പറ്റും. അഡിക്ഷൻ കാരണം മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? ഗെയിമിംഗ് അഡിക്ഷൻ കൊണ്ട് ഡെഫിനറ്റ്ലി ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കൂടുകയാണ്. ഫിസിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിമിംഗ് അഡിക്ഷൻ ചെയ്യുന്ന കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമിതമായ തടി, അതേപോലെ കണ്ണുവേദന, കണ്ണ് ഡ്രൈ ആവുക, തലവേദന, ഉറക്കക്കുറവ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ കാണാം. 2ാമത് മാനസികമായ പ്രശ്നങ്ങളാണ് ഈ കുട്ടികളിൽ അമിതമായ ദേഷ്യം, അമിതമായ ക്രോധം, ശ്രദ്ധക്കുറവ്, വാശി, നിർബന്ധ ബുദ്ധി, ചിലപ്പോൾ ആത്മഹത്യാ പ്രവണതകൾ, സ്വന്തം ദേഹം ഉപദ്രവിക്കുന്ന പ്രവണതകൾ തുടങ്ങിയ കാണാറുണ്ട്. അപ്പോൾ ഗെയിം അഡിക്ഷൻ തടയാൻ പാരന്റ്സിനും ടീച്ചേഴ്സിനും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പേരൻസിനും ടീച്ചേഴ്സിനും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് കുട്ടികളോട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക, എന്താണ് അവർക്ക് അവരുടെ ലെവൽ ചെയ്യാൻ പറ്റാവുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. പേരൻസ് ചെയ്യാൻ പറ്റാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഫസ്റ്റ് റോൾ മോഡലാവുക. അവർ അമിതമായി സ്മാർട്ട് ഫോണും അതേപോലെ ഗാഡ്ജറ്റ്സും ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരിക്കലും കുട്ടികൾ നന്നാവില്ല. നമ്മളൊരു നല്ല റോൾ മോഡലാവണം. 2, സ്ക്രീൻ ടൈം റെസ്ട്രിക്ഷൻ. അപ്പോൾ ഒരു ഐഡിയലായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പണ്ട് നമ്മൾ കോവിഡിന് മുമ്പ് നമ്മൾ പറയുന്നത് അരമണിക്കൂർ വീക്ക് ഡേയ്സ്, മൺഡേ ടു ഫ്രൈഡേ, വീക്കെൻഡ്സിൽ 1 മണിക്കൂർ. പക്ഷേ ഇപ്പോൾ നമ്മളത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഇത് പോസിബിൾ ആവില്ല. ആ സമയത്ത് സ്കൂൾ ഓൺലൈൻ ക്ലാസ്സസ് അല്ലാണ്ട് അരമണിക്കൂർ, അല്ലാത്ത വീക്കെൻഡ്സിൽ ഒരു 1 മണിക്കൂർ വരെ ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുക. വേറെ പല കാര്യങ്ങളിൽ കുട്ടികളുടെ ശ്രദ്ധ മാറ്റുക. കളി തുടങ്ങിയ ബോർഡ് ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇതേ പ്ലഷർ അവർക്ക് കിട്ടാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളിൽ വിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്നോടൊപ്പം ഇത്രയും വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിന് നന്ദി. താങ്ക് യു. നമസ്കാരം. മൊബൈൽ അഡിക്ഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ലെ ഭയങ്കര മൊബൈൽ അഡിക്ഷനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് പിള്ളേർ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നു. അതാണ് ഇത്രയും പ്രശ്നം. മൊബൈൽ അഡിക്ഷൻ കാരണം തന്നെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സെൻസസ് ഓപ്പൺ ആവുന്നില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചിന്താലോകത്ത് നിൽക്കുമ്പോൾ സെൻസസ് ഓപ്പൺ ആവില്ല. ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് ഇടിക്കുന്നത് കൊണ്ട് ഡോപാമിൻ ബ്രെയിനകത്തിൽ കൂടുതലായിട്ട് വന്നിട്ട് ഗെയിം കളിക്കുമ്പോൾ അതാണ് അഡിക്ഷൻ ആയിട്ട്. കള്ളു കുടിക്കുന്നോട്ട് കഞ്ചാവ് പിടിക്കുന്നോട്ട് തന്നെയാണ് അതേ കെമിക്കലാ ബ്രെയിനിനകത്ത് ഉണ്ടാവുന്നത്. മൊബൈൽ അഡിക്ഷന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടെ കുട്ടികൾ വരാറുണ്ടോ? പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ കുട്ടികൾക്കുള്ളത്? മര്യാദക്ക് ഒരു ഫുഡ് ഹോട്ടലിൽ കയറി കഴിച്ചു കാണത്തില്ല.
ഒരു ടൂർ പോയി കാണത്തില്ല. മൊബൈൽ അഡിക്ഷൻ കാരണം ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? അല്ല, ഈ ബ്രെയിൻ സെൽസ് സെൻസറി കണക്ഷൻ ഇല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടി റീസൈക്കിൾ ചെയ്ത് കൃത്യമായിട്ട് പ്രവർത്തിക്കത്തില്ല. സെൻസസ് കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി, ഈ 5 സെൻസിലൂടെയാണ് നമ്മൾക്ക് ശരിക്കും ജീവിക്കാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ട ബ്രെയിൻ ഓക്സിജൻ എനർജി എല്ലാം കിട്ടുന്നത്. ഇത് ഓപ്പൺ ആവാതെ ചിന്താലോകത്തേക്കുമ്പോൾ ഇതെല്ലാം കട്ടാവും. അഡിക്ഷൻ ഉള്ള കുട്ടികളെ ഇതിൻ്റെ അകത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഡയറക്റ്റ് കളികൾ കളിക്കാൻ പറയും. ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, എന്തെങ്കിലുമൊക്കെ കളിക്കും. ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ മനസ്സിലാക്കേണ്ടത് ഈ ടൈമിന്റെ വാല്യൂ ആണ്. ഗെയിം അഡിക്ഷൻ തടയാനായിട്ട് ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് അത് ചെയ്യേണ്ടതാണ്. അതായത് കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്കൂളുകളിൽ എല്ലായിടത്തും സംഘടിപ്പിക്കുക, എല്ലാ സ്കൂളുകളിലും സംഘടിപ്പിക്കുക. അതിൻ്റെ ദൂഷ്യവശങ്ങൾ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അതിൻ്റെ വിഷ്വലൊക്കെ കാണിച്ച് ബോധ്യപ്പെടുത്തുക. ബേസിക്കലായിട്ട് ഇത് ബ്രെയിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് കുട്ടികൾ പറയേണ്ടതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഇന്റർവ്യൂ. ഗെയിം അഡിക്ഷൻ തടയാൻ വേണ്ടി പാരൻസ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ മുള്ളിയിലേ കളയേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഗെയിം അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്റ്റേജ്. അവിടെ നമ്മൾ സക്സസ്ഫുൾ ആയാൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഗെയിമിൽ അഡിക്റ്റഡ് ആവില്ല. ഗെയിം കുറച്ച് കളിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ട് എന്നല്ല, അത് എഡിക്ഷൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് കുട്ടികൾ എത്തുന്നത് നമുക്ക് തടയാൻ പറ്റും. അഡിക്ഷൻ ഉള്ള കുട്ടികൾക്ക് ആയുർവേദിക് ക്ലിനിക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്? എഡിക്ഷനോട് കൂടെ ഒരു കുട്ടിയെ നമ്മുടെ ക്ലിനിക്കിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആദ്യം ആയുർവേദത്തിൽ ചെയ്യുന്നത് ആയുർവേദ വിത്ത് യോഗ എന്നുള്ളൊരു തെറാപ്പിയാണ്. അതായത് മെഡിറ്റേഷൻ, പ്രാണായാമം പോലുള്ള കാര്യങ്ങളും അതിൻ്റെ ഒപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും കൂടെ കൊടുത്ത് മൈൻഡ് കൺട്രോൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതി. ഗെയിം അഡിക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി 2 വാക്ക് പറയാമോ? കുട്ടികൾ സ്റ്റാർട്ടിങ്ങിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതൊരു സമയപരിധി നമ്മൾ കൊടുക്കണം. ഇത്ര മണിക്കൂർ, ഇത്ര നേരം നമ്മൾ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൽ കൂടുതൽ നേരം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വരാം. കണ്ണിൻ്റെ പ്രശ്നങ്ങളായാലും ശരി, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് ചെറുതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് അപ്പോഴത് മനസ്സിലാവും. പക്ഷേ നമ്മൾ എഡിക്ഷൻ എന്നുള്ള സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് വേദനാജനകമാകും. സോ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ കെയർഫുള്ളായിട്ട് ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സൈക്കോളജിസ്റ്റ് ആയ നൗഫലിനെ. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. വാട്ട് ക്യാൻ പാരൻസ് ഡു ടു പ്രിവെന്റ് ഗെയിം അഡിക്ഷൻ? That's a very significant question to be flagged. Thanks for asking, firstly. First thing, it's pivotal for a parent to understand how a healthy gaming practice is different from pathological gaming. It's very important to understand that pathological gaming practice is not merely or not at all about the time spent by the child whilst gaming. Okay. So it's more about patterns where the gaming gradually takes over the child's life. There are quite a lot of effective steps that parents could follow to help with their child's gaming addiction. So take it slow and cut down the hours spent on gaming gradually. Be a really good move for a parent if they could play together with their child. Seek help from professionals if at all that's required. That's a really great information. ഗവൺമെന്റിന് ഗെയിം അഡിക്ഷൻ തടയാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? Government has already floated tailored policies and statutory warnings to bring down the problem of game addiction to a control. But it will only get to a point of being efficacious when we work together. A lot of researchers suggest that game addiction is clearly related to a pretty lot of psychological problems, which includes anxiety and depression. In light of the same, the esteemed government of Kerala made a very special move in September 2021, announcing the setting up of digital de-addiction centers to curb the mounting numbers of game addiction cases. This is a phenomenal move by the government, where government looks forward to join hand with the public, anticipating a change that we are all looking forward to. Thank you for sharing your valuable time with me.
It's indeed a great experience. ഗെയിം അഡിക്ഷൻ തടയാൻ വേണ്ടി പാരൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചറിയാം. കുട്ടികളുടെ ഗെയിംസിൻ്റെ കാര്യത്തിൽ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കളിക്കുന്ന ഗെയിം ഏതാണെന്നും അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗെയിമാണെന്നും പ്രത്യേകം ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ഭയങ്കര വയലൻസ് ഒക്കെ ഉള്ള ഗെയിമാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. പിന്നെ പ്രത്യേകിച്ച് സ്ക്രീൻ ടൈം വെക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഗെയിംസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് സ്ക്രീനിങ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഗെയിം നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് എത്തേണ്ടതാണോ എന്ന് പ്രത്യേകം അനലൈസ് ചെയ്യാം. ഒരുപാട് വയലൻസും അഗ്രസീവ്നെസ്സും ഒക്കെ ഉള്ള ഗെയിംസ് ആണെങ്കിൽ ഓബ്വിയസ്ലി അത് നമ്മുടെ കുട്ടികളിലേക്ക് ഇങ്ങനെ സ്ഥിരം ഈ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബിഹേവിയർ അവരിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തതും നമ്മളിപ്പോൾ ഒരുപാട് സമൂഹത്തിൽ കാണുന്നതും ആയതുകൊണ്ട് അങ്ങനെ ഒരു സ്ക്രീനിങ് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എത്രത്തോളം പ്രാവർത്തികമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. ഞാൻ നടത്തിയ പ്രൊജക്റ്റിൻ്റെ ഫൈനൽ റിസൾട്ടിലായിട്ടാണ് നമ്മൾ പോകുന്നത്. റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ. The game addiction has caused physical as well as mental issues among students, which lead them for consultation. The cause of game addiction varies from student to student. Even children with good and caring parents has found to be addicted. Girls are less addicted compared to boys. Without much difference, both urban and rural area students has been found to be addicted because of the availability of internet connection everywhere. Below the age of 14, cases has less reported since they are using mobiles of their parents, so more under the control of their parents. As I completed the project, I am now able to share the consequences of game addiction with my friends and student group who are in and around me. അപ്പോൾ എൻ്റെ ഹൈപ്പോത്തിസിസും റിസൾട്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഡിഫറൻസ് വന്നിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്റ്റുഡൻസിൻ്റെ ഏജ് ഗ്രൂപ്പിലാണ്. ഇതിനർത്ഥം പ്രീ സ്കൂൾ സ്റ്റുഡൻസിന് ഗെയിം അഡിക്ഷൻ ഇല്ല എന്നല്ല, ടീനേജർ സ്റ്റുഡൻസ് ആയിട്ടാണ് പാരൻസ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. ഗെയിം അഡിക്ഷൻ ഇല്ലാത്ത ഒരു സൊസൈറ്റീനെയാണ് നമുക്ക് ആവശ്യം. ഗെയിം അഡിക്ഷൻ കുട്ടികളിൽ നിന്നും ഇല്ലാണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.